പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മിൽമയിലേക്ക് വിവിധ തസ്തികകളിലേക്കുള്ള ജോലി അവസരങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ജനറൽ മാനേജർ, ടെക്നീഷ്യൻ, സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസർ, അക്കൗണ്ട് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകൾക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജനറൽ മാനേജറിൻ്റെ കാറ്റഗറി നമ്പർ 93/2025 ഒരൊഴിവാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 2ൻ്റെ ഇലക്ട്രീഷ്യൻ ജനറൽ കാറ്റഗറിയാണ്. കാറ്റഗറി നമ്പർ 101/2025 ഒരൊഴിവാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ സൊസൈറ്റി കാറ്റഗറിയാണ്. കാറ്റഗറി നമ്പർ 102/2025. അതിൻ്റെ ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവാണ്, എത്രയെന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ല. സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസർ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ്. കാറ്റഗറി നമ്പർ 124/2025. SCക്ക് ഒരൊഴിവാണുള്ളത്. അക്കൗണ്ട് ഓഫീസർ കാറ്റഗറി നമ്പർ 131/2025. SCക്ക് ഒരൊഴിവ്. ജൂനിയർ അസിസ്റ്റൻ്റ് സൊസൈറ്റി കാറ്റഗറിയിലാണ്. കാറ്റഗറി നമ്പർ 132/2025. SCക്ക് ഒരൊഴിവ്. ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ മാനേജറിന് 1,11,960 രൂപ മുതൽ 1,99,060 രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ്റെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 29,490 മുതൽ 85,160 രൂപ വരെയാണ് ശമ്പളം. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ സൊസൈറ്റി കാറ്റഗറിയിലെ 29,490 മുതൽ 85,160 രൂപ വരെയാണ് ശമ്പളം. സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസറിന് 40,840 മുതൽ 81,875 രൂപയാണ് സാലറി. അക്കൗണ്ട് ഓഫീസറിന് 21,070 രൂപ മുതൽ 42,410 രൂപ വരെയാണ് സാലറി. ജൂനിയർ അസിസ്റ്റൻറ്റിന് 20,180 മുതൽ 46,990 രൂപ വരെയാണ് ശമ്പളം. ഇനി ഏജ് നോക്കാം. ജനറൽ മാനേജറിന് ഏജ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. 2/1/1975 മുതൽ 1/1/2007 വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പരമാവധി വയസ്സ് 50. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യന് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് 18 മുതൽ 40 വയസ്സ് വരെ. 2/1/1985 മുതൽ 1/1/2007 വരെയാണ് 7 വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്, 2 വർഷവും ഉൾപ്പെടെ. OBC SC STക്ക് പതിവ് ഇളവുണ്ടായിരിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ സൊസൈറ്റി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. 2/1/1975 മുതൽ 1/1/2007 വരെ 2 വർഷം ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസറിന് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. 2/1/1980 മുതൽ 1/1/2007 വരെ 2 വർഷവും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അക്കൗണ്ട് ഓഫീസർ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. 2/1/1980 മുതൽ 1/1/2007 വരെ 2 വർഷം ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ അസിസ്റ്റന്റ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. 2/1/1975 മുതൽ 1/1/2007 വരെ 2 വർഷവും ഉൾപ്പെടെ. ഇനി ക്വാളിഫിക്കേഷൻ. ജനറൽ മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ. ജനറൽ മാനേജറിൻ്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടിയും പറയാം. 93/2025. ക്വാളിഫിക്കേഷൻ ഡയറി ടെക്നോളജി ഓർ ഡയറി മൈക്രോബയോളജി ഓർ ഡയറി എഞ്ചിനീയറിംഗ് ഓർ ഡയറി ക്വാളിറ്റി കൺട്രോളർ ഓർ ഡയറി കെമിസ്ട്രി ഓർ വെറ്ററിനറി സയൻസിൽ PG ഡിഗ്രി അംഗീകൃത സർവകലാശാലയിൽ നിന്നും. MBA ഓർ ACA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. 10 വർഷം സീനിയർ മാനേജർ പരിചയം പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നും ഉള്ളതുണ്ടായിരിക്കണം.
അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടിയും പറയാം, 101/2025 ആണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, ITI ഓർ NAC ഓർ NTC പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നും നേടിയ സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ്റെ കാറ്റഗറി നമ്പർ 102/2025. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ അംഗ സൊസൈറ്റികളിൽ, അതായത് തിരുവനന്തപുരം, എറണാകുളം, മലബാർ റീജിയണിൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ സൊസൈറ്റികളിലെ 3 വർഷം സേവനം ചെയ്തവരും നിയമന ദിവസവും തുടർന്ന് സേവനം തുടരണം. അതായത് അവിടെ സേവനം തുടരുന്നവർക്കും 3 വർഷം സേവനം ചെയ്തവർക്കും അപേക്ഷിക്കാം. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, ITI ഓർ NAC ഓർ NTC സർട്ടിഫിക്കറ്റ് പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. അടുത്തത് സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസർ, കാറ്റഗറി നമ്പർ 124/2025. ഡിഗ്രി പ്ലസ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓർ MBA അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിരിക്കണം. 3 വർഷം സ്റ്റോർ ഓർ പർച്ചേസ് പരിചയം പ്രശസ്ത സ്ഥാപനത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. അടുത്തത് അക്കൗണ്ട് ഓഫീസർ, കാറ്റഗറി നമ്പർ 131/2025. കൊമേഴ്സിൽ PG ഡിഗ്രി ഓർ MBA ഫിനാൻസ്, ACA ഓർ AICWA ഇൻ്റർമീഡിയറ്റ് പാസ്. 3 വർഷം എക്സിക്യൂട്ടീവ് കേഡർ പരിചയം അക്കൗണ്ട്സ് വിഭാഗത്തിൽ പ്രശസ്ത സ്ഥാപനത്തിൽ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ അംഗ സൊസൈറ്റികളിൽ 3 വർഷം സേവനം. തിരുവനന്തപുരം, എറണാകുളം, മലബാർ റീജിയൻ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നുള്ള സൊസൈറ്റികളിൽ. ഡിഗ്രി ആർട്സ്, സയൻസ്, കോമേഴ്സ് എന്നിവയിൽ ഡിഗ്രി നേടിയിരിക്കണം അംഗീകൃത സർവകലാശാലയിൽ നിന്നും. JDC ഓർ HDC മുകളിൽ പറഞ്ഞ യോഗ്യത ഇല്ലാത്തവർക്ക് മാതൃ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യത പരിഗണിക്കാം. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റിംഗ്, എഴുത്തു പരീക്ഷ, പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇൻ്റർവ്യൂ. ജനറൽ ഇൻഫർമേഷൻ ഉള്ളത്, ഫോട്ടോ ഒരിക്കൽ അപ്ലോഡ് ചെയ്താൽ 10 വർഷം സാധുവാണ്. പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നവരെ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ. ഫോട്ടോ അപ്ലോഡ് സംബന്ധിച്ച് മറ്റ് നിർദ്ദേശങ്ങളിൽ മാറ്റമില്ല. എൻ്റെ KB-ക്കും ഫോർമാറ്റിനൊന്നും മാറ്റമില്ല. അപേക്ഷാ ഫീസ് ആവശ്യമില്ല. വ്യക്തിഗത വിവരങ്ങൾക്കൊക്കെ അതൊക്കെ ലഭിക്കാനുള്ള പാസ്വേഡൊക്കെ വളരെ രഹസ്യമായിട്ട് ഉദ്യോഗാർത്ഥികൾ സൂക്ഷിക്കണം. പ്രൊഫൈലിൽ അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിവരങ്ങൾ കറക്റ്റാണോ എന്ന് ഉറപ്പാക്കണം. പിന്നെ യൂസർ ID-യും പാസ്വേഡൊക്കെ വളരെ സീക്രട്ടായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. സമർപ്പിച്ച അപേക്ഷ പ്രാഥമികമായിട്ട് മാത്രമാണ്, പിന്നീട് മാറ്റം വരുത്താനോ ഇല്ലാതാക്കാനോ കഴിയില്ല. അതുകൊണ്ട് അപേക്ഷ വളരെ കറക്റ്റായിട്ട് വേണം പൂരിപ്പിച്ച് അപേക്ഷിക്കാൻ. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാൻ വേണം. മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കണം, ഇൻ്റർവ്യൂവിനൊക്കെ ആവശ്യം വരും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. ജൂലൈ 16-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇതിൻ്റെ വെബ്സൈറ്റ് www.keralapsc.gov.in. അത് തുറന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓർ കരിയർ ഓർ അഡ്വർടൈസിങ് മെനുവിൽ ജോബ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതാണ് നോട്ടിഫിക്കേഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വന്നെടുക്കുന്നതായിരിക്കും. ഡേറ്റ് നോക്കുക, ലാസ്റ്റ് ഡേറ്റ് കണ്ടോ, 16/7/2025. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ
ബാക്കിയുള്ള എല്ലാവരും കിട്ടുകയും ചെയ്യും. മിൽമയിലെ മാത്രമല്ല ബാക്കി എന്തെല്ലാമാണോ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഓരോ ഒന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മിൽമ 93 തുടങ്ങിയാണ്. അതിൻ്റെ ഒന്ന് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഇതാണ് മലയാളത്തിലുള്ളത്. അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ കാറ്റഗറി നമ്പറിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം നമ്മൾക്ക് വളരെ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക.